ഉക്രൈനിൽ കപ്പലിലുണ്ടായ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ നാവികൻ വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയിന്റെ വീട് കാസർഗോഡ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കുമെന്ന് കളക്ടർ ഉറപ്പു നൽകി. ഉക്രൈനിൽ കപ്പലിലുണ്ടായ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നാവികൻ അഖിൽ ജോയിന്റെ കുടുംബാംഗങ്ങളെ നേരിൽ കണ്ട് കാസർഗോഡ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അനുശോചനം അറിയിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായും ബന്ധപ്പെട്ട ഏജൻസികളുമായും നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും കുടുംബത്തിനാവശ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും കളക്ടർ കുടുംബാംഗങ്ങളോട് പറഞ്ഞു. ഇന്നത്തെ ദിവസം MEN ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അഖിൽ ജോയിന്റെ മരണം കൺഫേം ചെയ്തുകൊണ്ടുള്ള മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് എത്രയും വേഗം വീട്ടിലോട്ട് എത്തിക്കാന്നുള്ളതാണ്, ബോഡി എത്തിക്കാന്നുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത്. അത് സംസ്ഥാന സർക്കാർ നോർക്കയും എംബസിയായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നടപടികൾ നടന്നു വരുന്നുണ്ട്. എത്രയും വേഗം ബോഡി എത്തിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ച് വരുന്നുണ്ട്. എത്ര വേഗം വാറുമായിട്ട് ബന്ധപ്പെട്ട് മരിച്ചാലും കുറച്ച് പ്രൊസീജിയേഴ്സ് അവിടെ ചെയ്യാനുണ്ട്. സാധാരണഗതിയിൽ 2 ആഴ്ചയാണ് എടുക്കാറുള്ളതെന്നാണ് MEN എന്നുള്ളത് അറിയിച്ചിട്ടുള്ളത്. പക്ഷെ അതിനേക്കാളും മുന്നേ തന്നെ എത്രയും വേഗം എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ബോഡി ഇവിടെ എത്തിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും സർക്കാർ തന്നെ ചെയ്യും. ഉക്രൈനിലെ ഒഡേസ തീരത്ത് ഗിനിയ ബിസാവു പതാകയേന്തിയ ഗോൾഡൻ ലിയോ എന്ന ചരക്കു കപ്പലിന് നേരെ റഷ്യ നടത്തിയ ക്രൂസ് മിസൈൽ ആക്രമണത്തിലാണ് അഖിൽ ജോയൻ കൊല്ലപ്പെട്ടത്. അഖിൽ ജോയൻ അടക്കം 10 പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇന്ത്യൻ സിറിയൻ നാവികരാണ് കപ്പലിലുണ്ടായിരുന്നത്. ആകെയുണ്ടായിരുന്ന 17 ജീവനക്കാരിൽ 8 പേരെ ഉക്രൈൻ നാവികസേന രക്ഷപ്പെടുത്തി. ലീവിന് നാട്ടിലെത്തി വിവാഹമുറപ്പിച്ച ശേഷമാണ് 1 മാസം മുൻപ് അഖിൽ തിരികെ ജോലിയിൽ പ്രവേശിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.